ഗുഡ് ആഫ്റ്റർനൂൺ. വളരെ സന്തോഷം നിറഞ്ഞൊരു സമയം. ഞാൻ ഒരു വീഡിയോ പിടിച്ചു കഴിഞ്ഞ് അടുത്ത വീഡിയോ പിടിക്കാനായിട്ട് സബ്ജക്റ്റ് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കുറേ ചെറുപ്പക്കാർ കുട്ടികൾ ഇതിൽ വന്നു. അപ്പോൾ അവർ വന്ന് ഞാൻ ഈ വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ട്, ഇപ്പോൾ ഫോട്ടോഗ്രാഫറാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനങ്ങനെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറല്ല, എൻ്റെ വലിയ ക്യാമറയൊക്കെ കണ്ടപ്പോൾ അവർ ഞാൻ അങ്ങനെ എന്തോ ആണെന്ന് ധരിച്ചിട്ടാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഇങ്ങനെ വരുമ്പോൾ ഇത് ഞാൻ യൂട്യൂബിലേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ വരുന്നതാണ്. അപ്പോൾ ഇവർക്ക് അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ സമയം കിട്ടുമ്പോൾ ഫോട്ടോ എടുക്കാമല്ലോ. വീഡിയോ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ കിളികളെയൊക്കെ സന്ധ്യ നേരമൊക്കെ ആകുമ്പോൾ കിളികളുണ്ടാവും, അപ്പോൾ അവർ ഫോട്ടോ ഒക്കെ എടുക്കാം. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളാരാ ആണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ സെമിനാരിയിൽ പഠിക്കുകയാണ്, എൽത്തുരുത്ത് സെമിനാരിയിൽ പഠിക്കുന്ന കുട്ടികളാണ്. തിയോളജി ആണ് സബ്ജക്റ്റ് എന്ന് തോന്നുന്നു. +2 സ്റ്റുഡൻസാണ്. എനിക്കതിൻ്റെ അത്ര വ്യക്തമായില്ല. അവർ +2 പഠിക്കണത്. അപ്പോൾ അവർ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് അവിടെ താമസിച്ച് പഠിക്കുന്നവരാണ്. അപ്പോൾ ഞാൻ തിയോളജിയെക്കുറിച്ചും ഹെലന ബ്ലാവ്സ്കി മാഡം ഹെലന പെട്രോവന ബ്ലാവ്സ്കിയെക്കുറിച്ചൊക്കെ ചോദിച്ചു. ലീഡ്സ് ബീറ്റർ, വലിയ ഒരു ഉന്നതനായ പ്രീസ്റ്റായിരുന്നല്ലോ അദ്ദേഹം. അപ്പോൾ കുട്ടികൾക്ക് അത്ര അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വീഡിയോയുടെ പേര് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഏത് പേരാണ് വീഡിയോ, എൻ്റെ യൂട്യൂബ് വീഡിയോ എന്ന് പറഞ്ഞു കൊടുക്കാൻ എനിക്കത്ര അറിഞ്ഞൂടാ. പലരും ചോദിച്ചിട്ട് അവർ അതല്ല. അപ്പോൾ യോഗ വിദ്യ ഹീലിംഗ് എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞു. അങ്ങനെ അവരുമായിട്ട് അപ്പോൾ അവർക്ക് വളരെ സന്തോഷം തോന്നി. അവർ പ്രത്യേകിച്ച് അങ്ങനെ ഒരു സബ്ജക്റ്റൊക്കെ പഠിക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ സംസാരിച്ച് കുറച്ച് നേരം നിന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, അവർക്ക് എന്നോട് ചോദിക്കാൻ ഒരു മടി ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അവരുടെ ഒന്ന് ഫോട്ടോ എടുത്ത് കൊടുക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എടുക്കാം. എനിക്ക് സംശയം തോന്നിയത് ഒരു അച്ഛനാവാൻ പഠിക്കണവരാണെന്നാണ് എൻ്റെ സംശയമുള്ളതുകൊണ്ട് എനിക്കൊരു സംശയം. ഇവർക്ക് വല്ല വാട്സപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലൊക്കെ പ്രൊഫൈൽ ഇടണമെങ്കിൽ ഉണ്ടോ, അത് അവർക്ക് പാടുണ്ടോ എന്നൊന്നും എനിക്കത്ര അറിയില്ല. ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ ഫോട്ടോ എടുത്ത് തരണോ ചോദിച്ചു. നല്ല ക്യാമറ ഉള്ളതല്ലേ എൻ്റെ കയ്യിൽ. അപ്പോൾ അവർ പറഞ്ഞു, സന്തോഷത്തോടു കൂടി പറഞ്ഞു ഒന്ന് എടുക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഷുവർലി നമുക്ക് എടുക്കാം, നിങ്ങൾ ഗ്രൂപ്പായിട്ട് എല്ലാവരും കൂടി നിന്നോ. അവരുടെ കുറേ ഗ്രൂപ്പ് ഫോട്ടോസ് എടുത്തു. എനിക്ക് നിറഞ്ഞ സന്തോഷമായി. നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റുക. അത് നല്ല ഹൈ റെസൊല്യൂഷനിലുള്ള ഫോട്ടോസ് ആയിരിക്കുക. ഇവർക്കത് ഇനി എത്ര കാലം കഴിഞ്ഞാലും ആ റെസൊല്യൂഷൻ കുറയില്ല ക്യാമറയുടെ. അതുമാത്രം കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ സെപ്പറേറ്റായിട്ട് ഇൻഡിവിജ്വലായിട്ട് ഓരോ ഫോട്ടോ ഞാൻ എടുത്തുതരാം, 1, 2, 3 ഫോട്ടോ പല പോസ്റ്റിലുള്ളത്, നിങ്ങൾക്ക് DP ആയിട്ടൊക്കെ ഇടാമല്ലോ. അപ്പോൾ അവർ വേണ്ടെന്ന് പറഞ്ഞില്ല. അങ്ങനെ ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാവരുടെയും 3, 4 ഫോട്ടോസ് പല ആംഗിളിൽ നിർത്തിയെടുത്തു. അതെടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിൽ വളരെ നിറഞ്ഞ സന്തോഷം വന്നു. അവർക്കാണെങ്കിൽ അതിലുപരി സന്തോഷം. ഞാൻ പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ അത് ഫോണിലേക്ക് അപ്പോൾ തന്നെ ക്യാമറയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞു വേണ്ട, ഇത് ഒറിജിനൽ ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ റെസൊല്യൂഷൻ കൂടുതലുള്ളത് കൊണ്ട് ഡൗൺലോഡ് ആവാൻ സമയമെടുക്കും, വലിയ ഫയലുകളായിരിക്കും. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇത്തിരി സമയം എടുത്തിട്ട് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരാം. അപ്പോൾ എൻ്റെ ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുത്തു ഞാൻ അവർക്ക്. അതിലേക്കൊരു ഹായ് പറഞ്ഞ് അയച്ചാൽ ഞാൻ അതും ഡോക്യുമെൻ്റായിട്ട് അയച്ചു തരാമെന്ന് പറഞ്ഞു. അവർ സന്തോഷം കൊണ്ടാണ് പോയത്. എന്നെ കെട്ടിപ്പിടിച്ച് ഒക്കെ പോയത്. അവർ കൈ ചേർത്ത് പിടിച്ച് അവർ ചോദിച്ചു ഞങ്ങളെല്ലാം ഞായറാഴ്ച ഇവിടെ വരും, ഞാൻ വരുമോയെന്ന് ചോദിച്ചു. എനിക്ക് അത്ര കൃത്യമായിട്ട് എനിക്ക് അങ്ങനെ എല്ലാ ഞായറാഴ്ചയും വരുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അവരോട് പറഞ്ഞിട്ട് അടുത്ത ഞായറാഴ്ച ഞാൻ ആ സമയത്ത് ഇവിടെ വരാൻ പറ്റില്ല, വേറെ ഏതെങ്കിലും തിരക്കിൽ പെട്ട് പോയാലോ. ഞാൻ പറഞ്ഞു ഞാൻ മിക്ക ദിവസങ്ങളിലും ഇവിടെ വരും, മഴയില്ലാത്ത ദിവസങ്ങളിലൊക്കെ വരും, ഇവിടെ ഉണ്ടാവും. നിങ്ങൾ എൻ്റെ നമ്പർ നോട്ട് ചെയ്തോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ ഞാൻ വരുന്ന സമയം ഞാൻ പറയാം, അപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു. ഞാനിതൊക്കെ പറഞ്ഞത് എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു എന്ന് പറയണേ. കുറേ കുട്ടികൾക്ക് ഒരു 10-12 പേരുണ്ട്. അവർക്ക് മുഴുവൻ സെപ്പറേറ്റായിട്ട് ഫോട്ടോ എടുത്ത് അവരൊരു സ്റ്റുഡിയോയിലൊന്നും പോയി എടുക്കണ്ട. അവർക്ക് അവരുടെ ഒരു ഫോട്ടോ, നല്ല ഭംഗിയുള്ള ഒരു ഫോട്ടോ, പ്രത്യേകിച്ച് നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഫോട്ടോ, നിറഞ്ഞ സന്തോഷം. അതായത് ലോകത്തിൽ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ. അവരുടെ സന്തോഷം എന്നിലേക്ക് ആവാഹിക്കപ്പെട്ടു, മുന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഞാൻ പർപ്പസ്ഫുള്ളി അങ്ങനെ വിചാരിച്ചതല്ല. പക്ഷെ ആക്ച്വലി അത് ആ സന്തോഷത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നാം
യോഗി തലങ്ങളിൽ പരിശീലിക്കുക എന്ന് പറയുമ്പോൾ ആളുകളൊക്കെ, അല്ലെങ്കിൽ ഒരു പ്രീസ്റ്റായിട്ട് പരിശീലിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കഠിനമായ പ്രവർത്തികൾ കൊണ്ട് ഹാർഡ് പ്രാക്ടീസുകളല്ല. നാം ചെയ്യുന്ന കാര്യങ്ങൾ സംതൃപ്തമായി നന്മയുള്ള, മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാക്കുന്ന, മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. കൂടുതൽ കാര്യങ്ങൾ ചുഴിഞ്ഞ് ചോദിക്കാതെ അവരുടെ പെരിഫറിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചോദിച്ച് മനസ്സിലാക്കി, അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്നോട് പറയാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നും. നമുക്കത് മനസ്സിലാവുമ്പോൾ നാം അത് അവരോട് ചോദിച്ച് അവർക്ക് വേണ്ടി അത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്കൊരു സാമ്രാജ്യം വെട്ടിപ്പിടിച്ചൊരു സന്തോഷമാണ് ഉണ്ടായത്. ഞാൻ ധാരാളം ഫോട്ടോ അങ്ങനെ എടുത്തു കൊടുക്കാറുണ്ട്. കാരണം ഞാൻ അവിടെ നടക്കാനൊക്കെ വരുമ്പോൾ ക്യാമറ കാണുമ്പോൾ പലരും എന്നോട് കോളേജിൽ നിന്ന്, എൽത്തുരുത്ത് കോളേജിലെ കുട്ടികളൊക്കെ വന്നിട്ട് ഫോട്ടോ എടുപ്പിക്കും. ചില ആളുകൾ ഫോട്ടോ എടുപ്പിക്കും, ആളുകൾ അവരുടെ ഫോട്ടോ എടുത്ത് കൊടുക്കുകയും ചോദിക്കും. അങ്ങനെയൊക്കെ എടുത്തു കൊടുക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ പിടിക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ എന്തോ 2-3 വീഡിയോയെങ്കിലും മഴ പെയ്യുന്നതിന് മുമ്പ് പിടിച്ച് പോകണം. ദിവസം 2 നോർമൽ വീഡിയോ, പിന്നെ 2 ഹെലന മാഡം ബ്ലൗസ്കിയുടെ വീഡിയോ വേണമല്ലോ. അപ്പോൾ അതിനുള്ള സമയമൊക്കെ വേണ്ടേ. വേഗം ഇത് പിടിച്ചു പോകാമെന്ന് വിചാരിച്ച് തിരക്ക് പിടിച്ച് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ തിരക്കൊക്കെ മാറ്റി വെച്ചുല്ലോ. ആ തിരക്കൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് അവർക്ക് എന്താണോ ചെയ്തു കൊടുക്കാൻ സാധിക്കുക, അവർക്ക് സന്തോഷമുണ്ടാകാൻ എന്താണ് ചെയ്യുക എന്നുള്ളത് ആയിരുന്നുവല്ലോ എൻ്റെ ചിന്ത എന്ന് ആലോചിച്ചിട്ടാണ് എനിക്ക് സന്തോഷം വന്നത്. ഞാൻ എൻ്റെ തിരക്കുകളെക്കുറിച്ച് ഓർക്കല്ല ചെയ്തത്. അവർക്ക് അത് സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യത്തിന് ചെയ്തു കൊടുക്കാൻ എൻ്റെ മനസ്സ് തയ്യാറായി. ഞാൻ കുറേ ദൂരം നടന്നു. എൻ്റെ കയ്യിൽ വലിയ സൂം ലെൻസാണ്. അപ്പോൾ കുറേ ദൂരം അങ്ങോട്ട് നടന്നു പോയിട്ട് വേണം, തൊട്ടടുത്ത് നിന്നാൽ കിട്ടില്ല. വളരെ അകലെയുള്ള പക്ഷികളൊക്കെ പിടിക്കാനുള്ള ലെൻസാണ് എൻ്റെ കയ്യിലുള്ളത്. അതൊക്കെ ചെയ്തപ്പോൾ എനിക്ക് സന്തോഷം, അവർക്കൊരു സന്തോഷം കൊടുക്കാൻ പറ്റി എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ സന്തോഷിച്ചു എന്നുള്ളതാണ്. പലപ്പോഴും ഈ ഹീലിംഗ് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളായാലും അവർ ഇങ്ങനെ പഠിപ്പിച്ചു വിട്ട ആളുകളെ എപ്പോഴും ഫോണിൽ വിളിച്ചുകൊണ്ട് പുതിയ ആളുകളുണ്ടോ, പഠിപ്പിക്കാനുണ്ടോ എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രീതി പലയിടത്തുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടറില്ല. ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സുകളെക്കുറിച്ച് അവർ പറഞ്ഞാൽ അതിനെക്കുറിച്ച് വിശദീകരിച്ച് കൊടുത്ത് ഞാൻ അവരെ പഠിപ്പിച്ചിട്ട് വിടും. പിന്നീട് ഞാൻ അവരെ വിളിച്ച് നർച്ചറിങ് ഒന്നും ചെയ്യാറില്ല. മാസ്റ്റർ മഹാത്മാ ചുവാ കോക്സി വിളിച്ച് നർച്ചർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനെപ്പോഴും തിരക്ക് പിടിച്ച ഓരോ ഷെഡ്യൂളുകളെല്ലാം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നാമത് ഫോണിൽ അങ്ങനെ കുറേ നേരം സംസാരിക്കാനൊന്നും അത്ര ഇഷ്ടമല്ല. വെറുതെ ഇല്ലാത്തൊരു ഭാവം ഉണ്ടാക്കി സൗഹൃദം അല്ലെങ്കിൽ ആളുകളെ ക്ലാസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സ്നേഹം പറഞ്ഞ് അങ്ങനെ കണ്ട് ഞാൻ പലതും ശീലിച്ചിട്ടുള്ളതുകൊണ്ട് അതിനോട് എനിക്കൊരു അത്ര തൃപ്തിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആരും വിളിക്കാറില്ല. പല സ്റ്റുഡൻസിനോട് ചോദിച്ചിട്ടുണ്ട്, സാർ ഹയർ ലെവലിൽ പഠിച്ച ആളുകൾ, സാർ എന്താണ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളോട് അകലം പ്രാപിക്കുന്നത്? സത്യത്തിൽ ഞാൻ ആരോട് അകലം പ്രാപിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ അകലം പ്രാപിക്കണതല്ല, അവർക്കെപ്പോഴും എന്നെ ലഭ്യമാണ്. എനിക്കെപ്പോഴും ക്ലാസ്സുകളുണ്ട്. അവർക്ക് പഠിച്ച കോഴ്സുകൾ എന്നൊന്ന് വിളിച്ച് ചോദിക്കാമല്ലോ. എന്നെ റിവ്യൂ ചെയ്യാനൊക്കെ അവർക്ക് പറ്റുക. ക്ലാസ്സിൽ വന്ന് പഠിച്ചത് ഒന്ന് റിവ്യൂ ചെയ്തെടുക്കുക. എന്നെ എപ്പോൾ വേണമെങ്കിലും അവർക്ക് കാണാവുന്നതാണ്. ഞാൻ എപ്പോഴും ക്ലാസ് റൂമിലുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അതുകൊണ്ട് വിളിക്കണില്ല. വല്ലപ്പോഴും മാസത്തിലൊരിക്കലൊരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ അവരൊക്കെ വിളിച്ച് എങ്ങനെയുണ്ട്, പ്രാക്ടീസ് ഉണ്ടോ, ഇതങ്ങനെയല്ല. ഞാൻ എന്നും പഠിപ്പിക്കുന്ന സ്ഥലത്തുണ്ട്, ഓൾമോസ്റ്റ് ഓൾ ഡേയ്സ്. അപ്പോൾ ഞാൻ അത് അങ്ങനെ വിളിക്കാത്തത് കൊണ്ട് പലരും എന്നോട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ അവരെ ഇങ്ങനെ കോഴി മുട്ട വിരിഞ്ഞ് കഴിഞ്ഞാൽ കോഴിക്കുട്ടികളെ അമ്മ ഇങ്ങനെ കൊത്തി മാറ്റുമല്ലോ, അതുപോലെയാണോ എന്ന് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് കഴിഞ്ഞ ദിവസം ചോദിച്ചു. ആക്ച്വലി സത്യത്തിൽ അങ്ങനെയല്ല. അവർക്കെപ്പോഴും എന്നെ കാണാൻ അനുവാദമുള്ളതാണ്. എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. ഞാൻ പിന്നെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കില്ല എന്ന് പറഞ്ഞ് പരാതി പറയുന്ന ആളുകളുണ്ട്. അതും അവർ മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ ഏതെങ്കിലും കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയിരിക്കും. ഒഴിവ് സമയമില്ല എന്നല്ല പറയുന്നത്, എന്നാലും ആ ഒഴിവ് സമയങ്ങളിലും ഞാൻ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കും.
വീഡിയോ പിടിച്ചിട്ടുള്ളത് എഡിറ്റ് ചെയ്യാനോ, എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാലും അത്ര സമയം എടുത്തിട്ടല്ല, എന്നാലും അത് അപ്ലോഡ് ചെയ്യാനോ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ടായിരിക്കും. പിന്നെ ക്ലാസ്സുകൾ 2, 3, 4 സെഷൻസ് ക്ലാസ്സുകളുണ്ട് പല ഡിഫറെൻറ്റ് ലെവലുകളിൽ. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ് വന്നത്, ഒരു യോഗിക് സാധകൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത്, നമ്മുടെ ഉള്ളിൽ നാം നന്മ ചെയ്യുമ്പോൾ സന്തോഷം, മറ്റുള്ളവർക്ക് ഗുണപരമായ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കുമ്പോൾ ഉള്ളിൽ സന്തോഷം നിറയുന്നത് ഒരു യോഗിതലത്തിൻ്റെ ഒരു ചവിട്ടുപടിയാണ്. നന്മകൾ ചെയ്യുക, നന്മകൾ പ്രചരിപ്പിക്കുക. എല്ലാവർക്കും ഇപ്പോൾ യൂട്യൂബ് ചെയ്യുമ്പോൾ എനിക്കതിൽ നിന്നൊരു ബെനിഫിറ്റ് കിട്ടാനൊന്നല്ല ഞാൻ ചെയ്യണത്. ഞാനത് എല്ലാവരും അറിയട്ടെ, ലോകം മുഴുവനും ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ച് പറയുന്നതാണ്. ഞാൻ എൻ്റെ സമയങ്ങൾ പൂർണ്ണമായിട്ടും ചിലവഴിക്കുന്നത് അതിൽ നിന്ന് റവന്യൂ ഉദ്ദേശിച്ചിട്ടല്ല. റവന്യൂ വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, റവന്യൂ വേണം, എന്നാലാണ് നമുക്ക് കൂടുതൽ ആളുകളെ സഹായിക്കാൻ പറ്റും. പക്ഷെ മറിച്ച് അങ്ങനെ ഒരു ഉദ്ദേശമില്ല ഈ വീഡിയോ ഒന്നും ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് വേണ്ടത്. നാം എല്ലാവരോടും കുറേ നേരം ഇരുന്ന് സംസാരിച്ച്, ഫോണിൽ കുറേ നേരം ചിരിച്ച് തമാശകൾ പറഞ്ഞ് സമയം കളഞ്ഞ് വീഡിയോ ചാറ്റുകളൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ എപ്പോഴും റീൽസ് കണ്ട് നല്ലതും അല്ലാത്ത, എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ലതല്ലാത്ത എല്ലാ കാര്യങ്ങളെയും നാം അകറ്റാനായിട്ട് ശ്രമിക്കണം. റീൽസിലായാലും സ്റ്റോറീസിലായാലും ഒക്കെ നാം കാണുന്ന നമ്മുടെ മനസ്സിന് നല്ലതല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളെ മുഴുവൻ മാറ്റി നിർത്തണം. പേടിപ്പെടുത്തുന്ന രംഗങ്ങൾ കാണാതിരിക്കണം. അത് നിങ്ങളുടെ രാത്രിയുള്ള ഉറക്കത്തെ ബാധിക്കും. നിങ്ങളുടെ ഉറക്കം ശരിയായാലേ ആരോഗ്യം ശരിയാവുകയുള്ളൂ, എങ്കിലേ നമ്മുടെ ബുദ്ധി ശരിക്കും പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ നല്ല സിനിമ കാണുമ്പോൾ തന്നെ സെലക്ട് ചെയ്തിട്ട് ക്വാളിറ്റി ഉള്ള സിനിമകൾ കാണുക. അതുമാതിരി ചിത്രങ്ങൾ കാണുമ്പോൾ ഞാൻ പറയുന്നത്, ഒന്ന് ഫിൽട്ടർ ചെയ്യുക, ചെയ്യുന്ന കാര്യങ്ങളെ ഒന്ന് മനസ്സിലേക്ക് എടുക്കുക. അത് ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ ചിന്തിക്കുന്നത് നല്ലത് തന്നെയാണോ എന്ന്. അതുപോലെ തന്നെ പറയുന്ന വാക്കുകളെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഞാൻ പല വീഡിയോകളും ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും പറയുന്ന വാക്കുകൾ, അതുപോലെ പ്രവർത്തിക്കുന്നത് നമുക്ക്, എനിക്ക് എന്നുള്ള മാത്രം ചിന്തകളിലല്ലാതെ മറ്റുള്ളവർക്കും അതുകൊണ്ട് ഗുണമുണ്ടാവണം, അറ്റ്ലീസ്റ്റ് മറ്റുള്ളവർക്ക് അതുകൊണ്ട് ദോഷമുണ്ടാവരുതേ എന്ന് പോലും പ്രാർത്ഥിച്ച് വേണം നാം ചെയ്യാനായിട്ട്. ഇതാണ് ഒരു യോഗിക് പരിശീലനത്തിൻ്റെ ഭാഗം. അല്ലാതെ കുറേ കഠിനമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തപസ്സനുഷ്ഠിച്ച് മഞ്ഞമലകളുടെ മുകളിലിരുന്ന് കഠിനമായ തണുപ്പിൽ ഇരുന്ന് തപസ് ചെയ്യുക എന്നുള്ളതിലുപരി നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങൾക്ക് നന്മ പകർന്നു കൊടുക്കാൻ നമുക്കാവുമോ, സന്തോഷം പകർന്നു കൊടുക്കാനാവുമോ, ജ്ഞാനം പകർന്നു കൊടുക്കാനാവുമോ എന്നുള്ളതാണ് ഒരു യോഗി തലത്തിലേക്ക് വളരുന്നതിൻ്റെ പടികൾ. തപസ് ആവശ്യമാണ്. നമുക്ക് യാത്രകളിൽ കൂടെയോ കുറേ ദൂരെയോ പോയിട്ടല്ല നാം ആത്മീയമായി വളരേണ്ടത്. നമ്മിൽ തന്നെയാണ് ആത്മീയത ഇരിക്കുന്നത്, നമ്മിൽ തന്നെയാണ് ഈശ്വരീയമായ ഊർജം നിലകൊള്ളുന്നത്. അതിനെ ശുദ്ധീകരിച്ച് മികച്ചതാക്കിയെടുക്കാൻ, ഇഗ്നൈറ്റ് ചെയ്തെടുക്കാൻ നാം സ്വയം ഉള്ളിലേക്ക് നോക്കണം. ഉള്ളിലെ അഴുക്കുകളെ മാറ്റിക്കളയാനായിട്ട് നാം തയ്യാറാവണം. നാം ഒരു സ്ഥലത്തേക്കും പോകേണ്ടതില്ല.